നമസ്കാരം. സ്പെഷ്യൽ എഡിഷനിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിയ സൗമ്യ വധക്കേസിലെ കുറ്റവാളിയെന്ന് കോടതി കണ്ടെത്തിയ ഗോവിന്ദച്ചാമി കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്നലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചാടി രക്ഷപ്പെട്ടു കളഞ്ഞു. ഗോവിന്ദച്ചാമി അംഗപരിമിതനായ ഒരു കുറ്റവാളിയാണ്. അയാൾ ജയിലിന്റെ കമ്പികൾ മുറിക്കുന്നു, പുറത്തു കടന്ന് ഒരു കയറുണ്ടാക്കുന്നു വസ്ത്രങ്ങൾ കൊണ്ട്. അത് മുകളിലേക്ക് എറിഞ്ഞു കുരുക്കി അതിൽ പിടിച്ചു കയറുന്നു, താഴേക്ക് ചാടുന്നു, രക്ഷപ്പെടുന്നു. ഒറ്റനോട്ടത്തിൽ അസംഭവ്യം എന്ന് തോന്നുന്ന സംഗതി പക്ഷേ ഗോവിന്ദച്ചാമി സാധ്യമാക്കി. അയാൾ അത് ഒറ്റയ്ക്ക് നിർവഹിച്ച ഒരു കാര്യമാണോ? പുറത്തു കടക്കാനായി ശരീരഭാരം കുറയ്ക്കാൻ പ്രത്യേകമായ ഭക്ഷണ പദ്ധതി ഉണ്ടാക്കിയെന്ന് കേൾക്കുന്നു ഇപ്പോൾ ജയിലിനകത്ത് നിന്ന്. ഉപ്പുകൾ കൊണ്ടുവച്ച് അയാൾ ഉപ്പ് കഷ്ണങ്ങളോ ഉപ്പ് പൊടിയോ കൊണ്ടുവച്ച് ഈ ജയിലിൻ്റെ കമ്പി തുരുമ്പെടുപ്പിച്ചു. അതിനുശേഷം അത് അറുത്തുമാറ്റി എന്ന്. അതിനുള്ള ഉപകരണങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആളുകളെ ഭീഷണിപ്പെടുത്താൻ ആയുധങ്ങൾ കാട്ടി എന്ന് കേൾക്കുന്നു. എങ്കിൽ അതിനുള്ള ആയുധങ്ങൾ ഇതെല്ലാം എവിടെ നിന്നാണ് ഗോവിന്ദച്ചാമിക്ക് കിട്ടിയത്? ഒറ്റനോട്ടത്തിൽ പരസഹായം കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന ഈ പരിപാടി പൂർത്തിയാക്കാൻ ആരൊക്കെ ഗോവിന്ദച്ചാമിയുടെ കൂടെ നിന്നു? ഇത്ര വലിയൊരു കൊടും കുറ്റവാളി ഒറ്റയ്ക്കൊരു സെല്ലിൽ കിടക്കുമ്പോൾ അയാൾ അവിടെ എന്തൊക്കെ പണി ഒപ്പിക്കുന്നുണ്ട് എന്ന പരിശോധന പോലും നമ്മുടെ സംവിധാനങ്ങൾക്കില്ലേ? CCTV പോലെയുള്ള സംവിധാനങ്ങൾ മതിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലേ? കുറച്ച് പോലീസ് ഓഫീസർമാരെ ഇപ്പോൾ നടപടിക്ക് വിധേയരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവസാനിക്കുന്നതാണോ ഈ ഗുരുതരമായ വീഴ്ചയുടെ ഉത്തരവാദിത്ത പ്രശ്നം? കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ട് എത്ര തവണ കേൾക്കുന്നു പ്രതികളുടെ ഈ വിഹാരത്തിൻ്റെ, കുറ്റവാളികളുടെ ഈ അഴിഞ്ഞാട്ടത്തിൻ്റെ കഥകൾ? മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ, പുറത്തെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നവർ, അകത്ത് കൊട്ടേഷൻ നിർവഹിക്കുന്നവർ, സർവ്വസ്വതന്ത്രരായി വിഹരിക്കുന്ന കൊടിസുനിമാർ. കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് പ്രത്യേക ഒരു റിപ്പബ്ലിക്കായി പ്രവർത്തിക്കുകയാണോ? അതിനങ്ങനെ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള ആളുകളെ നിയോഗിച്ച് സൗകര്യമൊരുക്കി കൊടുത്തിരിക്കുകയാണോ രാഷ്ട്രീയ നേതൃത്വം? ഉത്തരം പറയേണ്ടത് ഉദ്യോഗസ്ഥർ മാത്രമോ അതോ സർക്കാരോ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് സൗമ്യയുടെ അമ്മ സുമതി, ഒപ്പം മുൻ SP ശ്രീ KG സൈമൺ, കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അഭിഭാഷകൻ, ശ്രീ KS അരുൺകുമാറിനെ CPIM-ൽ നിന്ന് ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകകൂടി ചെയ്യുകയാണ്. ആദ്യം ശ്രീമതി സുമതി, വലിയ തെരച്ചിലിനൊടുവിലാണ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. വലിയ നടുക്കം ആദ്യമുണ്ടായി. ഗോവിന്ദച്ചാമി ജയിൽ ചാടി രക്ഷപ്പെട്ടു, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എന്ന് കേട്ടപ്പോൾ. പക്ഷെ വളരെ പെട്ടെന്ന് പൊടുന്നനെ ഇയാളെ കണ്ടെത്താനും തിരികെ ജയിലിൽ അടയ്ക്കാനും നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞു. എന്താണ് ഇന്ന് രാവിലെ ഈ സംഭവം കേട്ടപ്പോൾ മുതൽ തോന്നിയത്? ആദ്യം തന്നെ പറയട്ടെ, ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി അവരെ പിടിച്ചു എന്ന് അറിഞ്ഞത് തന്നെ വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യമാണ്. വലിയ ആശ്വാസമാണ്, ചെറിയൊരു ആശ്വാസമല്ല, അത് വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യമാണ് അവനെ പിടിച്ചു എന്ന് പറയണത് തന്നെ. പിന്നെ ഈ ജയിലിൽ ചാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ജയിലെടുത്ത് ചാടി ഇറങ്ങി അവനെ വരണച്ചിട്ടുണ്ടെങ്കിൽ അവനാരെങ്കിലും ഒരാൾ സഹായത്തിനില്ലാതെ എന്തായാലും ഇത് സംഭവിക്കില്ല, അത് ഗ്യാരണ്ടി. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജയിലിലാണ് അവൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഒരു ജയിലിൽ നിന്നിട്ട് ഇങ്ങനെ പുറത്ത് വരണച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് അവനില്ലാതെ നടക്കില്ല. പിന്നെ ഇത്രയും വലിയ ജയിലിൻ്റെ മതിലെന്നെല്ലാം പറഞ്ഞാൽ വലിയ മതിലാണ്. അതെല്ലാം പുറത്തിറങ്ങി ഇങ്ങോട്ട് ചാടി വരണമെങ്കിൽ അവനൊരു സപ്പോർട്ട് ഇല്ലാതെ എന്തായാലും നടക്കില്ല. ഞാൻ രാവിലെ ഇത് അറിഞ്ഞ പാടന്നെ ഞാൻ അവരോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവൻ കണ്ണൂർ എന്തായാലും വിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവനെ പിടിക്കാനുള്ള എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള നിലപാടുകൾ എത്രയും വേഗം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗമ്യനെ ഈ കോടാരക്കോടി ജനങ്ങളും അവളെ ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് എന്നെ അനവധി ആൾക്കാർ വിളിക്കും. എന്നും അവരെൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാരാണ്, സൗമ്യയുടെ കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാർ ഇവനിങ്ങനെ ചാടി എന്നുള്ള അറിയുന്നത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കല്ലേ ഏത് നേരം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. ഇത് പിടിച്ച ആ ആളോടാണ് ഏറ്റവും കൂടുതൽ എനിക്കിത് ആൾക്കാരോടാണ് ഇത് നന്ദി പറയേണ്ടത്. ആ നാട്ടിലുള്ള ഏറ്റവും ഇത് പിടിച്ച ആൾക്കാരോടാണ് നന്ദി പറയേണ്ടത്. കാരണം അത് കാക്കിക്കാർക്ക് കാക്കി ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കാനുള്ള അധികാരം കുറവാണ്. പക്ഷേ ജനങ്ങൾക്ക് അവനെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. ജനങ്ങൾക്ക് അവനെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. അതവർ ചെയ്തിട്ട് അവരത് തീർത്തിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും വലിയൊരു ഇത്. പക്ഷെ അത് പറ്റാതായി. എങ്കിലും പറയാണ്, എന്നെങ്കിലും ഞാൻ ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, കുളിക്കുമ്പോൾ എൻ്റെ കുട്ടി പോയി 15 കൊല്ലമായി, 5-6 മാസമായി, 6 മാസമായി, 7 മാസം 6 മാസമായി.
അപ്പം ഞാൻ അതിങ്ങനെ ആലോചിച്ചു, ഈശ്വരാ ഇവൻ ഇപ്പോഴൊന്നും ഇങ്ങനെ ജീവിച്ചിരിക്കുകയല്ലേ, ഇവൻ്റെ ഈ ഒരു ഇത് നമുക്ക് കാണാനുള്ളൊരു യോഗം ഉണ്ടാവുകയാണാവോ. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്യായി വരുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുക അതാണ് സത്യം. ഞാനൊരു സത്യമാണ് പറയണത്, ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് അതാണ്. കാരണം എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കണതുണ്ടോ അവൻ ജീവിക്കണം നമുക്കറിയില്ലല്ലോ. അപ്പം അവൻ്റെ മരണം കണ്ടിട്ട് വേണം ദൈവമേ എന്നെ വിളിക്കാൻ. പിന്നെ എനിക്ക് ഭൂമി ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അത് ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അപ്പം ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഈ ചാടി കാര്യമാണ്. ഈ ചാടിയന് അതിനുള്ള ആൾക്കാർ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതാരായാലും. അപ്പോൾ അതിൻ്റെ ഉള്ള നടപടികൾ നമ്മൾ എടുത്തേ പറ്റൂ. ഇപ്പം അവനെ പിടിച്ചു കൊണ്ടുപോയി ഇനിയിപ്പോൾ അവനൊരു FIR എന്തായാലും ചെയ്യായിരിക്കും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാലും ഇനി അവനെ ഏത് ജയിലിലാണ് ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സുരക്ഷിത അവന് ആവശ്യമാണ്. കാരണം ഇന്ന് ഇത്രയും വലിയ ഇതിൽ ചാടി അവന് നാളെ ഇതിലും വലുത് ചെയ്യാൻ ഒരു മടിയില്ല. ഇവനെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് അനുഭവിച്ച അതിനെക്കാട്ടി വലിയ ദുരന്തങ്ങളാണ് ഇനി അനുഭവിക്കാൻ പോണത് പെൺകുട്ടികളും സ്ത്രീകളും. പെൺകുട്ടികളെ മാത്രമല്ല സ്ത്രീകളും കൂടി അതിൽ പങ്കാണ്, അവരും കൂടി ഇതാണ്. അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ശരി, ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആരാണ് സഹായിച്ചിട്ടുണ്ടാവുക എന്നറിയില്ലെന്ന്. ഇപ്പോൾ വലിയൊരു ആക്ഷേപം ഉയർന്നു വരുന്നത് ഗോവിന്ദച്ചാമിയെ പോലെ ഇത്തരം ഒരു കൊടിയ കുറ്റവാളിയെ ശരിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ പാർപ്പിച്ചതാണോ, അതോ ഇനിയിപ്പോൾ അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്നാരെങ്കിലും വിചാരിച്ചതാണോ എന്നൊക്കെയുള്ള പല ആക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ജയിൽ സംവിധാനത്തിനാകെ വലിയ വീഴ്ച പറ്റി, അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ തെറ്റുകൾ പറ്റിയെന്നാണോ കാണുന്നത് സുമതി? എൻ്റെ മകൾക്ക് സൗമ്യയ്ക്ക് പറ്റിയ അതുപോലുള്ളൊരു ദുരന്തം എൻ്റെ അറിവിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ അന്നേരം ഒന്നും എനിക്കത് സൗമ്യ കണ്ട ആ സമയത്ത് എൻ്റെ ബോധം പോയതാണ്. പിന്നെ ആ ബോധം ശരിയായി വന്നപ്പോഴത്തേനും കുറച്ച് കാലം പിടിച്ചു. ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നെങ്കിലും എൻ്റെ ബോധം മൈൻഡ് ശരിയല്ലായിരുന്നു. അത് ശരിയായി വന്നപ്പോഴത്തേനും ഒരുപാട് കാലം പിടിച്ചു. ഇതാ ഇപ്പം ഞാൻ കുറച്ചൊരു 2017 അങ്ങോട്ടൊക്കെയാണ് തോന്നുന്നുണ്ട്, 2017 ഇങ്ങനെ കൈരളിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് ചെന്നപ്പോഴാണ് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ കുട്ടിയുടെ വായയിലെ പല്ലുകൾ പോയ കാര്യങ്ങളും ഇങ്ങനെയെല്ലാം ആണെന്നെല്ലാം ഞാൻ അറിയണത്. അപ്പം ഇതിന് മേലെ എന്താ എൻ്റെ മകൾ അനുഭവിക്കാൻ ബാക്കിയുള്ളത്? ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ല. അത്രയേറെ ദുരിതങ്ങൾ അവൾ അനുഭവിച്ചിട്ടാണ് അവളെ ജീവൻ പോയത്. അപ്പം അത്രയും ഇത് പോയി കഴിഞ്ഞ ആ ഒരു കുട്ടീനെ ഇവനിങ്ങനെ ചെയ്തിട്ട് ഇവന് വേണ്ടി കീഴ്ക്കാടുന്നും ഹൈക്കോടതിയിൽ നിന്നെല്ലാം തൂക്കുകയർ വെച്ച് പിന്നെ അത് സുപ്രീം കോടതി പോയപ്പോഴാണ് അതിങ്ങനെയെല്ലാം ആയിപ്പോയത്. പക്ഷേ എങ്കിലും ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടു, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കണ്ടു, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടാണ് മുഖ്യമന്ത്രി ഒരു കാലത്തും പുറലോകം കാണാത്ത രീതിയിൽ അവനാക്കി വെച്ചത്. പക്ഷേ ഇപ്പം ഇവൻ അവിടെ ചെന്ന് ഇവിടുന്ന് പോയ ഗോവിന്ദൻചാമിയാണോ അവിടെ? അല്ല, അവനെ തന്നെ എനിക്കേ മനസ്സിലായില്ല. ഞാൻ ഈ ഈ ചാനലുകാർ കുട്ടികൾ കാണിച്ചു തരുമ്പോൾ ഞാൻ ചോദിക്കും ഇത് അവനെ ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല അവനെ. അത്രയും തിന്ന് കൊഴുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജയിലിനുള്ളിൽ പോയി കിടക്കണത്. ഇപ്പോൾ ഏത് മനുഷ്യനും എന്ത് തെറ്റ് ചെയ്താലും ജയിലിലേക്ക് പോകുന്നത് അവർക്കൊരു വിഷയമല്ല. കാരണം അവിടെ ഇപ്പോൾ സുഖമാണ്, ഭക്ഷണം സുഖമാണ്, അപ്പോൾ അവർക്കത് സുഖമാണ്, ജീവിതമാണ്. പുറലോകം കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവർക്കൊരു ദുഃഖം. അപ്പോൾ അതല്ല, ഇനി ഇത്രയും ക്രൂരമായ ജയിലിൽ ചാടിയതിൽ എന്തായാലും ജയിലിലുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അതവർ തെളിയിച്ച് കൊണ്ടുവന്നേ പറ്റൂ. എന്ത് കാരണം കൊണ്ട്, ആരാണ്, അത് എന്തായാലും അത് കൊണ്ടുവരണം. അത് നിർബന്ധമുള്ള കാര്യങ്ങളാണ്. അതറിയാൻ എനിക്കും താല്പര്യമുണ്ട്. എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്തതെന്നുള്ളത് എനിക്കറിയാം. കാരണം ഒരു മകള് പോയിട്ടുള്ള ആ ശിക്ഷയ്ക്കാണ് അവന് അത്ര കാലം അവൻ ചെയ്ത ശിക്ഷകളെല്ലാം. ശരി, ആരാണ് അത് ചെയ്തതെന്ന് അറിയണമെന്നാണ് സൗമ്യയുടെ അമ്മ പറയുന്ന കാര്യം. ഞാനൊന്ന് വരാമേ. KG സൈമൺ എന്നോടൊപ്പം ഉണ്ട്, മുൻ പോലീസ് ഓഫീസർ. KG സൈമൺ, ഇത് ഒരു പ്രതി, ഇത്ര കൊടും കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയ ഒരാൾ ഇങ്ങനെ വളരെ കൂളായി രക്ഷപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റം ഫെയിലിയർ അല്ലാതെ മറ്റൊന്നുമല്ലല്ലോ, അല്ലേ? താങ്കൾ അത് സമ്മതിക്കുമോ? സിസ്റ്റം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ടല്ല ഞാൻ പറയുന്നത്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇന്നലെ ഉണ്ടായ അനുഭവം അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് അന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം 10-ാം നമ്പർ സെല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രതി അവിടെ ചാടുക എന്ന് പറയുമ്പോൾ തന്നെ അവനൊരു തോർത്ത് കെട്ടി അല്ലെങ്കിൽ തുണി കെട്ടിയിട്ട് മുകളിലോട്ട് വലിച്ചെറിഞ്ഞു.
പിന്നെ അതൊക്കെ വളരെ ഭദ്രമായ രീതിയിൽ അവൻ കെട്ടി അതിന് മുകളിൽ കൂടി ചാടുക എന്ന് പറയുന്നത് തന്നെ എത്ര സമയമെടുത്ത് കാണും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരു കെട്ടിനൊന്നും മുകളിൽ ചെല്ലാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ CCTV ക്യാമറ ഉണ്ടായിരുന്നു പറയുന്നു. ഇതൊന്നും വാച്ച് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം പോലും അല്ല. കാരണം സാധാരണ ജയിലുകളിലൊക്കെ എല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള പരിശോധനയുള്ളതാണ്, സൂക്ഷ്മതയുള്ളതാണ്, എല്ലാം ഉള്ളതാണ്. പക്ഷേ അവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ച നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ 4 സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ നടപടികൾ തുടർച്ചയായിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് 1-2 കാര്യം പറയാനായിട്ടുണ്ട്. അവിടെ ഫെൻസിങ്ങിനുണ്ടായിരുന്ന ലൈൻ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അത് സാധാരണ ഓഡിറ്റ് ഉള്ളതാണ്, ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് ഉള്ളതാണ്, ഇൻറ്റേർണൽ ഇൻസ്പെക്ഷൻ ഉള്ളതാണ്. അതിന് ഇത് കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് പിന്നെ നന്നാക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതിന് ഗവൺമെൻറ് സാങ്ഷനൊന്നും വേണ്ട. അത് അവിടെ തന്നെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ മതി. അതൊക്കെ അവിടെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഉണ്ട്, ഇൻറ്റേർണൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. അതിന് അവിടുത്തെ ഡ്രസ്സുകൾ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ഇതെങ്ങനെ വന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ജനം ഇത് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് രാവിലെ പോയി, വലിയ വിഷമമായിപ്പോയി. കേട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായിപ്പോയി. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടായിപ്പോയി. ഇപ്പോൾ സുമതി പറഞ്ഞ പോലെ തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിപ്പോയി. കേൾക്കുന്ന എല്ലാവർക്കും വലിയൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. പറഞ്ഞതുപോലെ ഇതിപ്പോ 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ശരിയാണ്. ഇത് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ പെട്ടെന്ന് ജയിൽ ചാടിപ്പോയാൽ ആ ദിവസം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആ ദിവസത്തെ ഒരു പിഴവ് എന്ന നിലയ്ക്ക് ചുരുക്കി കാണാൻ കഴിയുന്ന ഒന്നല്ലല്ലോ ഇത്. കാരണം ഇതൊരു ദീർഘകാലത്തെ പ്ലാനിങ് ഇയാൾക്കുണ്ട്. ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞു എന്ന് പോലും പറയുന്നു. പിന്നെ അയാൾ ഇത് മുറിക്കാനുള്ള പദ്ധതികളുമായി വന്നു. പിന്നെ അയാൾ ഡ്രസ്സ് കരുതി വെച്ചു എന്ന് വെച്ചാൽ അയാൾക്കൊരു ലോങ് ടേം പ്ലാൻ എടുക്കാൻ പറ്റി. ആ പ്ലാൻ ഒന്നും മനസ്സിലാവാതെ ഒരു ജയിൽ സിസ്റ്റം ഇങ്ങനെ കാഴ്ച കാണാതെ ഇരുന്നു എന്ന് വെച്ചാൽ ടോട്ടൽ അവിടുത്തെ സിസ്റ്റം കൊളാപ്സ് ആയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആർക്കും എന്ത് പ്ലാനിങ് നടപ്പിലാക്കി ചാടിപ്പോകാൻ കഴിയും വിധത്തിൽ. തീർച്ചയായിട്ടും പറഞ്ഞതിൻ്റെ വലിയൊരു അർത്ഥമുണ്ട്. കാരണം ഈ ഒരു നിമിഷം കൊണ്ട് ചാടിയ ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഗേറ്റ് തുറന്നിട്ടു, അതിലൊരാൾ ചാടി ഇറങ്ങി ഓടി, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അബദ്ധത്തിച്ച് ഗേറ്റ് തുറന്നിട്ടാണ് ഓക്കെ. എന്നാലും ഗേറ്റ് കൊണ്ട് തുറന്നെടുത്ത് 2 ഗേറ്റ് ഉണ്ട് അവിടെ. എല്ലാ കാര്യങ്ങളും വളരെ സുരക്ഷിതമാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇദ്ദേഹം അല്ലെങ്കിൽ ഇയാൾ വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിന് ഇപ്പം വേറെ ആർക്കും തോന്നിയിട്ട് കാര്യമില്ല. കാരണം ഒരു ജില്ലയിലൊരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കസ്റ്റഡി ഡെത്ത് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ആൻസറബിൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ SP വരെയുള്ളൊരു ആൻസറബിൾ അവർ ചിലപ്പോൾ ഒരു പ്രതിയായിരിക്കും. പിന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു കസ്റ്റഡി ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് CBIക്ക് തന്നെ അന്നേരം തന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഗവൺമെൻറ്. കാരണം അത്രയും ഗൗരവത്തിൽ ഗവൺമെൻറ് കാണുന്ന ഈ കാര്യങ്ങളെല്ലാം. ഞാനിവിടെ പറയുന്നത് ഒരു 2-3 ആൾക്കാർ നമ്മൾ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതല്ല കാര്യം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുകയും ഇനി അതുണ്ടാകാത്ത വിധത്തിൽ അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അവൻ്റെ അടുത്ത് വേറെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ ഇത് ഗോവിന്ദസ്വാമിയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. നാളെ മറ്റൊരാൾ ഇത് വരികയാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിരിക്കും. നേരത്തെയും ജയിലിയാട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ചാടുന്നത് ആരാണ് അല്ലെങ്കിൽ അങ്ങനെ സിസ്റ്റം അവിടെ വരിക എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി തന്നെ ബാധിക്കുന്ന കാര്യമാണ്. കേരള പോലീസ് സംബന്ധിച്ച് ഒരു ആക്ഷേപം പറയാനായിട്ടില്ല. ആക്ഷേപം പറയാനുണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ പറഞ്ഞാലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് നോക്കൂ, കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പ്രതികൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ അനുഭവമോ വാർത്തയോ ഒന്നുമല്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഗോവിന്ദചാമിയെ പോലെ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു കേസിലെ പ്രതി ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു വളരെ കൂളായിട്ട്. അയാൾക്ക് പറ്റുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു കുറേ ദിവസങ്ങളായിട്ടെന്നാണ് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടിച്ചു, ശരിയാണ്. പക്ഷേ ജയിൽ സെക്യൂരിറ്റി ഇത്രയേ ഉള്ളൂ എന്ന പ്രശ്നം വരുമ്പോൾ അതിന് ഉത്തരവാദി 4 ഉദ്യോഗസ്ഥർ മാത്രമാണോ അതോ സർക്കാരിനതുണ്ടോ? ഇവിടെ അന്വേഷണം ആരംഭിക്കുകയും ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും 3.5 മണിക്കൂറിനുള്ളിൽ ആ ജയിൽ ചാടിയ പ്രതിയെ പിടിക്കുകയും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതിൻ്റെ ഭാഗമായി ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഇന്നലെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ആൾക്കെതിരെ നടപടിയെടുക്കുകയും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനുണ്ടായ കാരണത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കണ്ണൂർ ജയിലിൽ നിരവധി ടവറുകളാണ്. ആ ടവറുകളുടെ ഓഫീസർ ചുമതലയുള്ള വ്യക്തി ഡെപ്യൂട്ടി പ്രസന്റ് ഓഫീസർ, അതുപോലെ തന്നെ വിവിധ ബ്ലോക്കുകളുണ്ട്. ഓരോ ടവറിലും വിവിധ ബ്ലോക്കുകളുണ്ട്. ഈ പർട്ടിക്കുലർ 10ാം ബ്ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ,
അതുപോലെ 24 മണിക്കൂറും CCTV ഫുട്ടേജ് ഷൂട്ടിംഗ് ഉണ്ട്, കൃത്യമായിട്ട് അത് ക്യാച്ച് ചെയ്യും. ആ CCTVയുടെ ചുമതല വഹിച്ച രാത്രികാല ഡ്യൂട്ടി ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് പ്രസണർ, ആ പ്രധാനപ്പെട്ട പോസ്റ്റിലുണ്ടായിരുന്നവർ, അവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് വിശദമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പ്രിപ്പറേഷൻ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടിരിക്കാം. കാരണം നമ്മളെല്ലാം ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നതും ചർച്ചകളിലടക്കം പറഞ്ഞുകൊണ്ടിരുന്നതും ജയിലിൽ പോയി 10-14 കൊല്ലം കിടക്കുന്ന, ജീവപര്യന്തം അനുഭവിക്കുന്നവർ തടിച്ചു കൊഴുത്ത് വലിയ ആകാര രൂപത്തിലായിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ഇവിടെ ശരീരം പാകപ്പെടുത്തിയിട്ടുണ്ട്, ജയിൽ ചാടാൻ പാകത്തിനുള്ള രീതിയിലേക്ക് ശരീരം പാകപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സുകൾ, പ്രത്യേകിച്ച് അലക്കാനിട്ട തുണിയാണ് ഇത്തരത്തിൽ ഒരു കൂട്ടിക്കെട്ടി ഇത്തരത്തിൽ ജയിൽ ചാടാൻ ഉപയോഗിച്ചതെന്നതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ജയിൽ കമ്പി വളയ്ക്കാനും കമ്പി അറത്ത് കളയാനും അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള ആക്സസ് ബ്ലേഡും മറ്റു കാര്യങ്ങളും ഒപ്പിച്ചിട്ടുണ്ട്. ഉപ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപ്പ് വെച്ചുകൊണ്ട് അത് ദ്രവിച്ച് അറക്കാൻ പാകത്തിനുള്ള പാകപ്പെടുത്തുന്ന പ്രക്രിയ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രിപ്പറേഷൻ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇതേ സെല്ലിൽ തന്നെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രതി, അയാളുടെ പേര് സുരേഷ് കണ്ണൻ എന്നാണ്, ഒരു പ്രതിയുമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ പ്രതി എന്തായാലും രാത്രി കാലങ്ങളിൽ നടക്കുന്ന ഈ പ്രക്രിയ കാണാതിരിക്കില്ല. അപ്പോൾ CCTV രാത്രി 24 മണിക്കൂറും ഉള്ളപ്പോൾ അതിന്റെ കവറേജിൽ രാത്രി തന്നെ ഇത് ദൃശ്യങ്ങൾ കിട്ടേണ്ടതാണ്, അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ കാണേണ്ടതാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഈ ജയിൽ ചാടനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായി തുണി കൂട്ടിക്കെട്ടി മതിൽ ചാടി പോയി, ഇത് ക്വാറന്റൈൻ കിടക്കുന്ന ബ്ലോക്കിലേക്കാണ്. ആ ബ്ലോക്കിലേക്ക് ചാടി അതിനുശേഷം ആ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ തിരിച്ചു കയറി വീണ്ടും ആ മതിലിലൂടെ നടന്നിട്ടാണ് രാവിലെ ആയപ്പോഴേക്കും മറ്റ് മെയിൻ റൂട്ടിലേക്ക് ചാടുന്ന തരത്തിലേക്കുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആരൊക്കെയാണ് ഇതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നത്, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇപ്പോൾ 3 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ആർക്കെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഈ മോട്ടീവിന്റെ അല്ലെങ്കിൽ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ആരെങ്കിലും മറ്റു സഹ തടവുകാരോ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ചെല്ലാം വിശദമായിട്ട് അന്വേഷണം നടത്തും. ഒരു സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പുറത്തുപോയാൽ കേസെടുക്കുക, അന്വേഷണം നടത്തുക, അല്ലെങ്കിൽ ഈ സസ്പെൻഷൻ പോലെയുള്ള സംഗതികളിലൊക്കെ സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കുന്നത് അരുൺകുമാർ, ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികളും ആക്ഷേപങ്ങളും ആദ്യത്തേതല്ല, ഉയർന്നു വരുന്ന പ്രശ്നങ്ങളും ആദ്യത്തേതല്ല. ഏറ്റവും അവസാനം ഗോവിന്ദചാമിയെ പോലെ ഒരാൾ ജയിൽ ചാടി പോകുന്നു എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ലോങ് ടേം പ്ലാൻ ഉണ്ടാക്കി ചാടിപ്പോകാൻ പറ്റുന്നു. അപ്പോൾ ഇവിടുത്തെ ജയിലുകൾ സുരക്ഷിതമല്ല, അതിൽ നിന്ന് പ്രതികൾ എപ്പോൾ വേണമെങ്കിലും പോകും, പ്രതികൾ അവർക്ക് സ്വൈര്യവിഹാരം നടത്തും എന്നതിൻ്റെ ഉത്തരവാദിത്വം പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്ന ഘട്ടത്തിലെല്ലാം പോലീസുമായി ബന്ധപ്പെട്ടും ഇത്തരം അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം സർക്കാരിന് മേൽ നിശിതമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ചൊരിഞ്ഞവരാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം, ഇതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ടോ അതോ ഇല്ല എന്നാണോ? അല്ല, നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമാണല്ലോ സാഹചര്യങ്ങൾ. ഇത് ആദ്യത്തെ ജയിൽ ചാട്ടമല്ല, ഇതിനു മുമ്പും നിരവധി ജയിൽ ചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ റിപ്പർ ജയാനന്ദൻ 2013 ജൂൺ 9 ജയിൽ ചാടിയിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പിടിക്കാൻ കഴിഞ്ഞത്. അതുപോലെ ആ കാലഘട്ടത്തിൽ തന്നെ 6ഓളം പ്രധാനപ്പെട്ട ജയിൽ ചാട്ടമുണ്ട്. ഈ റിപ്പർ ജയാനന്ദന്റെ കൂടെ ഒരു പ്രകാശൻ എന്ന് പറഞ്ഞ ഒരാളും ജയിൽ ചാടിയിട്ടുണ്ട്. രാജ്യത്ത് തന്നെ 9 അടി കുഴി താത്തി അതിൽ നിന്ന് 10-16 അടി നീളത്തിൽ വലിയ ഗർത്തം വച്ച് പ്രധാനപ്പെട്ട ജയിലുകളിൽ നിന്നും പ്രതികൾ രക്ഷപ്പെട്ടു പോയ സാഹചര്യമുണ്ട്. ഇപ്പൊ തിഹാർ ജയിലിന്റെ ചരിത്രം എടുത്താൽ തിഹാർ ജയിലിൽ നിന്ന് നിരവധി ജയിൽ ചാട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് സാമാന്യവൽക്കരിക്കുകയല്ല, ഇത് നിയമത്തിനെതിരായിട്ടുള്ള പ്രക്രിയയാണ്. ഇത്തരത്തിൽ ചില പ്രതികൾ ചെയ്യുന്ന ഏറ്റവും നിയമവിരുദ്ധമായിട്ടുള്ള പ്രക്രിയയാണ്. അതിനെ കൃത്യമായി മാതൃകാപരമായി നടപടി സ്വീകരിക്കുക. അതിന് ആരെങ്കിലും കൂട്ടുതിന്നിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും മുഖം നോക്കാതെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായിട്ടുള്ള കരുതൽ സ്വീകരിക്കുക. ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അമ്മ പറഞ്ഞതുപോലെ രാവിലെ പലർക്കും വലിയ ആശങ്കയുണ്ടാക്കി. കാരണം ഇത്രയും കൊടും ക്രിമിനലാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അന്ന് സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഷേർലി വാസു അടക്കം ഇന്റർവ്യൂകൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഒറ്റ കൈ ഇല്ലെങ്കിലും വിവിധ മേഖലകളിൽ കരുത്ത് തെളിയിച്ച ആള് ജയിലിലടക്കം വിവിധ എക്സസൈസുകൾ ചെയ്യുന്നത്. കാരണം സെൻട്രൽ ജയിലാണല്ലോ, തുറന്നു വിട്ടും മറ്റു കൂലിപ്പണി ചെയ്യുകയാണ്, മറ്റു പണികൾ ചെയ്യുകയാണ്, അധ്വാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും ബന്ധമുണ്ടോ, ഇതിനെക്കുറിച്ചെല്ലാം ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, ജയിൽ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷം എന്ന രൂപത്തിൽ ഗവൺമെന്റാണ് ഉത്തരവാദി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന് പറയുന്ന അവർ പറഞ്ഞോട്ടെ. ഇവിടെ അന്വേഷണം നടത്തി മാതൃകാപരമായി നടപടി സ്വീകരിക്കുക. അതുപോലെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ചോദിക്കുന്നത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടെല്ലാം നിങ്ങൾ സർക്കാരിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ച പാരമ്പര്യമുള്ളവരാണ്. ജയിലിൽ നിന്ന് ആളുകൾ ചാടിപ്പോകുന്ന സമയത്ത് അത് സ്വാഭാവികമാണ് എന്നല്ല നിങ്ങൾ എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോൾ
സൗമ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നമുക്കറിയാം ജിഷ വധക്കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്തായിരുന്നു സർക്കാരിനോട്? അപ്പോൾ ഈ ഗവൺമെന്റിന് പോലീസിലായാലും കൊള്ളാം, ജയിലിലായാലും ഉണ്ടാകുന്ന വീഴ്ചകളെല്ലാം രാഷ്ട്രീയമായി അവരെ ആക്രമിക്കാൻ നിങ്ങൾ തന്നെ കാരണമാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്വാഭാവികമാണ്, രാജ്യത്ത് പലയിടത്തായ ആളുകൾ ജയിലിൽ നിന്ന് എങ്ങനെ ചാടിപ്പോയിട്ടുണ്ട്. അതിവിടെ ഉണ്ടായി, ഞങ്ങൾ പ്രോപ്പർ ആക്ഷൻ എടുത്തില്ലേ, അതുകൊണ്ട് എല്ലാവരും നിശബ്ദരായിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ ഗവൺമെന്റിന്റെ പോലീസ് നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച 108 പോലീസുകാരെ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ സർവീസിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഗവൺമെന്റ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ ഗവൺമെന്റിനൊരു പോലീസ് നയമുണ്ട്. ആ നയത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും ഈ സർവീസിൽ ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും പല ഘട്ടത്തിലും നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല സഹായങ്ങൾ പ്രതികൾക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. ഇപ്പോൾ ഒരു വീഴ്ച സംഭവിച്ചില്ലെന്ന് പറഞ്ഞ കാരണം ഇത്രയും സുരക്ഷയുള്ള ഒരു ജയിലിൽ 1000-ലധികം പ്രതികൾ കിടക്കുന്ന ഒരു ജയിലിൽ, ആ ജയിലിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രതി ചാടി പോകുമ്പോൾ അപ്പോൾ തന്നെ CCTV കിട്ടേണ്ടതാണ്. കിട്ടിയാൽ അത് കിട്ടിയിട്ടുണ്ടല്ലോ, ഇന്നിപ്പോൾ പുറത്തു വന്നല്ലോ CCTV കൃത്യമായി ജയിൽ അതോറിറ്റി പിന്നെ പരിശോധിച്ചപ്പോൾ ഇത് കണ്ടു. പക്ഷേ ഇത് നോക്കി നിൽക്കുന്ന ഒരു ചുമതലയുള്ള ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹം കൃത്യമായി ആ ചുമതല നിർവഹിക്കേണ്ടതാണ്. ഒരു ബ്ലോക്കിൽ നിന്ന് ഇത്തരം ചാടുമ്പോൾ 2-3 മണിക്കൂർ എടുക്കുന്ന പ്രോസസ് ആണെങ്കിൽ അത് കണ്ടെത്തേണ്ടതാണ്. അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഴ്ചകൾ ഭാവിയിൽ വരാതെ നോക്കുകയും ഇത്തരത്തിൽ വീഴ്ച വരാനുള്ള കാരണം കണ്ടെത്തുകയും അതിൽ ആരെങ്കിലും ഇത്തരത്തിൽ തെറ്റായ പ്രവണതയ്ക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്തുകയും ഒരു വീഴ്ച സംഭവിച്ചു അതിന്മേൽ മാതൃകാപരമായ നടപടി എടുക്കുക എന്നതാണ് പിന്നീട് ചെയ്യാൻ കഴിയുക. ഇതാദ്യത്തെ കാര്യമല്ല ഇന്ത്യയിൽ നിന്നാണ് അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ജിൻഡോ, ഇത് സർക്കാരിൻ്റെ പോലീസ് നയത്തിനെതിരായി പെരുമാറിയവർക്കെതിരെ കർശനമായ നടപടി എടുത്തിട്ടുണ്ട്. അതാണ് സർക്കാരിൻ്റെ പ്രവർത്തന പരിപാടിയും നയവും. ഇതൊരു വീഴ്ചയാണ്, സമ്മതിക്കുന്നുണ്ട്. ആ വീഴ്ചക്ക് ഉത്തരവാദികളായ വളരെ പർപ്പസ്ഫുള്ളി ആരെങ്കിലും അതിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും പിടികൂടുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനപ്പുറം ഇനിയൊന്നും ചെയ്യാനില്ലോ എന്നാണ് അരുൺ ചൂണ്ടിക്കാണിക്കുന്നത്. നിഷാദെ, അരുൺകുമാർ പറഞ്ഞ വാദത്തിൽ അദ്ദേഹത്തിന് അതികവിഞ്ഞൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള ബോധ്യം എനിക്കുമുണ്ട്. ഒന്ന്, പോലീസ് നയത്തെക്കുറിച്ചിട്ട് ആ വിഷയത്തെക്കുറിച്ച് രണ്ടാമത് വരാം. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ നിരീക്ഷണങ്ങളിലെ 90% ഇന്ന് രാവിലെ മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ വിവിധ ചാനലുകളിൽ വന്നിട്ടുള്ള വാർത്തകളിൽ നിന്ന് നമുക്കെല്ലാം ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അക്കാര്യം അക്കമിട്ട് അദ്ദേഹം നിരത്തുന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒറ്റപ്പെട്ട ഒരു വീഴ്ചയല്ല ഈ ജയിൽ ചാട്ടം, ഒരുപാട് വീഴ്ചകളുടെ തുടർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പരമ്പരയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് മുറിക്കാനുള്ള ആക്സോ ബ്ലേഡ് എവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു മാസത്തെ പ്ലാനിങ് നടന്നു എന്ന് പറയാം. അപ്പോൾ ഇത് ഇന്ന് ഈ ജയിൽ ചാടിയപ്പോൾ അവിടെ ഡ്യൂട്ടിയിലുണ്ടായ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടി സ്വീകരിച്ചാൽ പോരല്ലോ. ഒരു മാസമായിട്ട് പ്ലാനിങ് നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഡയറ്റ് അദ്ദേഹം മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഗോവിന്ദചാമി അയാളുടെ ഭക്ഷണ രീതി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അവിടുന്ന് തുണി മോഷണം പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ രീതിയിൽ അദ്ദേഹം സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല? അപ്പൊ യാതൊരുവിധ ശ്രദ്ധയും ഇല്ലാതെയാണോ ജയിൽ സംവിധാനങ്ങളിൽ നടക്കുന്നത് എന്ന് പറയണ്ടേ? അല്ലെങ്കിൽ CCTV പരിശോധിച്ചില്ല, ഈ തുണിയെല്ലാം മോഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ 10ാം ബ്ലോക്കിലെ നിരീക്ഷണ സംവിധാനം ഇല്ലാതാക്കുന്നതോ അവിടുത്തെ ഇലക്ട്രിക് ഫെൻസിംഗിൽ കറണ്ട് ഇല്ലാതാകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമോ? ഇതൊക്കെ ഗോവിന്ദചാമിയെ പോലെ ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത്? അവിടുത്തെ ഇലക്ട്രിക് ഫെൻസിംഗിൽ കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്ന് എങ്ങനെ ഗോവിന്ദചാമി അറിഞ്ഞു? അപ്പൊ ഇതൊക്കെ ഇന്നലെ മാത്രം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മാത്രം കുഴപ്പമല്ല, ഇതൊരു സിസ്റ്റത്തിന്റെയാണ്. ആ സിസ്റ്റത്തിന്റെ പേര് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്നാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്ന് കേരളത്തില് ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ അയാളുടെ ചിത്രങ്ങൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് കൊടുത്തതും അയാളെ ഇന്ന് പിടിച്ചപ്പോൾ കണ്ട ദൃശ്യവുമായിട്ട് ഫോട്ടോയുമായിട്ട് ഒരു സാമ്യവുമില്ലല്ലോ. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അദ്ദേഹത്തെ ഗോവിന്ദചാമിയെ പെട്ടെന്ന് പിടിക്കണ്ട എന്ന് പോലീസ് തീരുമാനിച്ചിട്ടാണോ അങ്ങനെ ഇപ്പോഴത്തെ സമീപകാലത്തെ ഒരു ദൃശ്യമല്ലാതെ മറ്റൊരു ചിത്രം കൊടുത്തത്? അപ്പൊ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നമുക്ക് കാലങ്ങളായിട്ട് അറിയാവുന്ന, ഏത് സർക്കാർ കേരളം ഭരിച്ചാലും അവിടുത്തെ ഒരു സിസ്റ്റം നമുക്കറിയാമല്ലോ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കുറെ ക്രിമിനലുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം CPM-ന് വേണ്ടിയിട്ട് കൊലപാതകം നടത്തുന്ന കൊട്ടേഷൻ സംഘങ്ങൾ അടക്കം ഭരിക്കുന്നു. ഇനി അത് മാത്രമാണോ? കണ്ണൂർ ജില്ലയിലെ ഇപ്പോഴത്തെ ജയിൽ ഉപദേശക സമിതി പോലും കൊലക്കേസ് പ്രതിയായിട്ടുള്ള ആളുകളാണ് നയിക്കുന്നത്. അപ്പൊ കൊലക്കേസ് പ്രതികൾ നയിക്കുന്ന ജയിൽ ഉപദേശക സമിതിയും ഗുണ്ടകളും കൊലക്കേസ് പ്രതികളും ഭരിക്കുന്ന കണ്ണൂർ ജയിലിനകത്ത് ഇവിടെ ജയിൽ സംവിധാനത്തിൽ സുരക്ഷ ഇല്ലെന്നുള്ള നിഷാദിന്റെ നിരീക്ഷണത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം അവിടെ സുരക്ഷയുണ്ട്. അവിടെ ഈ കൊലപാതകങ്ങൾക്ക്, കൊടും കുറ്റവാളികൾക്ക് കൃത്യമായിട്ട് സുരക്ഷയുള്ളത് കൊണ്ടാണ് ഇതുപോലെ എളുപ്പത്തിൽ അയാൾക്ക് ജയിൽ ചാടി പുറത്തു പോകാൻ പറ്റുന്നത്. എല്ലാ സംവിധാനങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് ജയിൽ ചാടി പുറത്തു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കൊടും കുറ്റവാളികൾക്ക് കണ്ണൂർ ജില്ലയിൽ സുരക്ഷയുണ്ട്. അതിനകത്ത് കിടന്ന് സ്വർണം പൊട്ടിക്കാൻ പറ്റും, അതിനകത്ത് മയക്കുമരുന്ന് കടത്താൻ പറ്റും, അതിനകത്ത് കൊട്ടേഷൻ എടുക്കാൻ പറ്റും, അതിനകത്ത് ജയിൽ ഉദ്യോഗസ്ഥരെ
ക്രമസമാധാനം ഭീഷണിപ്പെടുത്താൻ പറ്റും, സഹതടവുകാരെ ആക്രമിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യാനായിട്ട് അവിടുത്തെ കൊടും കുറ്റവാളികൾക്ക് സുരക്ഷയുണ്ട്. ആ സുരക്ഷയുടെ പേര് ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ എന്നാ. ഇനി രണ്ടാമത്തത്, ഇവിടെ ഗോവിന്ദചാമി പുറത്ത് ചാടിപ്പോയപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം വല്ലാതെ ഭീതിയിലാണ്ടു എന്നുള്ള കാര്യത്തിൽ സത്യമാണല്ലോ. ഇവിടെ വനിതാ മതിൽ ഒരുക്കിക്കൊണ്ട് സ്ത്രീ സുരക്ഷ ഒരുക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ് ഗോവിന്ദചാമിയെ പോലെ ഒരു കൊടും കുറ്റവാളി, സൗമ്യ കേസിലെ നരാധമനായ കൊടും കുറ്റവാളി ഇന്ന് ജയിൽ ചാടി പോകുന്നത്. എന്നിട്ട് എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിൽ അറിയിക്കുന്നത്. അതെന്തുകൊണ്ടാണ് പോലീസിൽ അറിയിക്കാൻ വൈകിയത്? അപ്പോൾ ആ 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് കേരള പോലീസിനെ അറിയിക്കുന്നു. വേണമെങ്കിൽ രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ആരൊക്കെയാണ് ആ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടത്? ഇനി ഒരു കാര്യം കൂടി, ഇവിടെ സസ്പെൻഷൻ ഇന്നലെ രാത്രി ജോലി ചെയ്ത ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല കൊടുക്കേണ്ടത്. കഴിഞ്ഞ 1 മാസമായിട്ട് ഈ പ്ലാനിംഗ് നടന്നു എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അതിൽ ആരൊക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ട് അവരെയൊക്കെ എണ്ണി കണ്ടുപിടിച്ച് പറയണം. ഇനി അരുൺകുമാർ പറയുന്ന പോലീസ് നയം, ഇവരെല്ലാ ചർച്ചയിലും പറയുന്നതാണ് കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ 1-ാം നമ്പർ പോലീസാണെന്ന്. അത് 2016 തൊട്ടല്ല. കേരള പോലീസ് പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ വലിയ അന്വേഷണ മികവുള്ള സേനയാണ്. കേരള പോലീസിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ ബഹുമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ആർജിച്ചിട്ടുള്ള ഒരു സേനയാണ്. അത് 2016 ശേഷം മാത്രം സംജാതമായ ഒരു പ്രത്യേക പ്രതിഭാസമല്ല. ഇനി നിങ്ങളുടെ പോലീസ് നയം അനുസരിച്ചിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ RSSന്റെ ഉന്നത നേതാക്കന്മാരെ 10 ദിവസത്തെ ഇടവേളകളിൽ പോയി കണ്ട ADGP MR അജിത് കുമാറിനെ ഇപ്പോഴും സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കുന്നതാണോ പിണറായി വിജയന്റെ പോലീസ് നയം? നിങ്ങളത് പറയണ്ടേ? ശബരിമലയിലേക്ക് അനധികൃതമായിട്ട് ട്രാക്ടർ യാത്ര നടത്തിയപ്പോൾ ട്രാക്ടർ ഓടിച്ച ഉദ്യോഗസ്ഥനെതിരെ മാത്രമല്ല കേസെടുത്തുള്ളൂ. എന്തുകൊണ്ട് MR അജിത് കുമാറിനെ പ്രതിയേർത്തില്ല? പൂരം കലക്കിയതിന്റെ റിപ്പോർട്ടിൽ പ്രതിയേർക്കപ്പെടണമെന്നുള്ള കൃത്യമായ നിരീക്ഷണം DGPയുടെ റിപ്പോർട്ടിൽ പോലുമുള്ള MR അജിത് കുമാർ എന്ന മുൻ ADGP, ക്രമസമാധാന പാലന ചുമതലയുള്ള ADGPക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അത് നിങ്ങളുടെ പോലീസ് നയത്തിന്റെ ഭാഗമാണ്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തെ കുറിച്ചുള്ള വാക്കുകൾ അംഗീകരിക്കാൻ കഴിയാത്ത അർത്ഥശൂന്യമാണെന്ന് പറയുന്ന ജിൻഡോ, പോലീസിന് പറ്റിയ, ജയിൽ വകുപ്പിന് പറ്റിയ വീഴ്ചകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇവിടെ ഇപ്പോൾ ഗോവിന്ദചാമി നമുക്കറിയാവുന്നതുപോലെ ഒരു കുപ്രസിദ്ധമായ കേസിൽ വലിയ നിയമപരമായ കോടതി നടപടികൾ കഴിഞ്ഞു. ഒരിക്കൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടുന്നു, പിന്നീട് സുപ്രീം കോടതി അതിന് ഇളവ് കൊടുക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇളവ് കിട്ടിയതിനെക്കുറിച്ച് പല ചർച്ചകളുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇതാ ജയിൽ ചാട്ടം നടത്തുന്നു. എല്ലാ പരിമിതികളെയും മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജയിൽ ചാട്ടം. എന്ന് വെച്ചാൽ ഗോവിന്ദചാമിയുടെ കേസിന് ഇനി ഈ കോടതി സാധ്യതകളുണ്ടോ? അതാണ് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ള ഒരു ചോദ്യം. ഗോവിന്ദചാമിക്ക് മതിയായ ശിക്ഷ കിട്ടിയില്ല, അയാൾക്ക് ഇളവ് കിട്ടിയെന്നൊക്കെയുള്ള ഒരു വിചാരം പൊതുവെ ഇവിടെ സമൂഹത്തിൽ പലർക്കും ഉണ്ട്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഒരു തുടർ നിയമസാധ്യതയുടെ എന്തെങ്കിലും സംഗതികൾ അതിനകത്തുണ്ടോ? അല്ല, തുടർ നിയമസാധ്യതകളൊന്നുമില്ല. അടിസ്ഥാനപരമായ വിഷയം, ഗോവിന്ദചാമിയെ ട്രയൽ കോർട്ട് ഡെത്ത് പെനാൽറ്റി കൊടുത്തു, ഹൈക്കോടതി ഡെത്ത് പെനാൽറ്റി കൊടുത്തു. സുപ്രീം കോടതിയിൽ അത് നടത്തുന്ന സമയത്ത് സുപ്രീം കോടതി സൗമ്യ കൊല്ലപ്പെടുന്നത് ഗോവിന്ദചാമി തള്ളിയിട്ടിട്ടാണോ അതോ അല്ലാതെ വീണതാണോ അതിൻ്റെ പല ക്വസ്റ്റ്യനും അതിന് സാക്ഷിയിടില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ സർക്കംസ്റ്റാൻസസും ഗോവിന്ദചാമിയാണ് അത് ചെയ്തതെന്ന് കാണിക്കുന്നതിന് വേറൊരു അഡീഷണൽ തെളിവിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബ്രൂട്ടൽ മർഡറുമാണ്. വിക്ടിം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറയാവുന്ന എല്ലാ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിരിക്കുന്ന മോട്ടീവിൻ്റെ വിഷയത്തിൽ ഈ ചെറിയ പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട മോട്ടീവാണ്. ആ മോട്ടീവ് ഉണ്ടെങ്കിൽ ഇത്തരം ആളുകളെ, ഹബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ആളുകളെ തീർച്ചയായിട്ടും ഡെത്ത് പെനാൽറ്റി കൊടുക്കാവുന്ന ഒരു മാറ്ററായിരുന്നു. അത് കയ്യിൽ നിന്ന് പിഴച്ചു പോയിട്ടുണ്ട്. അത് തെറ്റായ ഒരു കാര്യമാണ്. ഇപ്പം തന്നെ സൗമ്യയുടെ അമ്മ പറയുന്ന ഒരു ഫാക്ടറുണ്ട്. കാരണം ഗോവിന്ദചാമിയെ പോലെയുള്ള ഒരാൾക്ക് ജനങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നതിന് നന്നായിരുന്നതിനെന്നൊരു തോന്നലുണ്ടാകുന്നുണ്ടല്ലോ. അത് നമ്മുടെ സിസ്റ്റത്തിനോടുള്ള ഒരു വെല്ലുവിളിയാണ്. വെല്ലുവിളി വെച്ചാൽ ഒരു ജനങ്ങളുടെ തോന്നലാണ്. അത് വിക്ടിമിൻ്റെ ഫീലാണ്. അത് അപകടകരമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ പാരാമീറ്റേഴ്സൊക്കെ റീകൺസിഡർ ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹാബിച്വൽ ഒഫൻഡേഴ്സിൻ്റെ കാര്യത്തിൽ ബ്രൂട്ടാലിറ്റിയാണ്. അയാളെക്കുറിച്ചൊക്കെ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു റെഫറൻസ് പറയുമ്പോൾ വളരെ ഭീതി ജനിപ്പിക്കുന്നതാണ്. കാരണം അയാളുടെ സെക്ഷൽ അബ്യൂസിന് വേണ്ടിയിട്ടുള്ള മോട്ടീവൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സെക്കൻഡ്സ് കൊണ്ടാണ്. പെൺകുട്ടി അടുത്ത് വന്ന് നിൽക്കുന്ന മൊമെൻറ്റിൽ അത് ഉപദ്രവിക്കാനുള്ള തോന്നലാണ്. അത് അത്തരത്തിലുള്ള ഒരാൾ ജയിൽ ചാടി പുറത്തു പോകുന്നു, അയാൾ എന്തും ചെയ്യും. അയാളെ ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടുപോയപ്പോൾ ഉണ്ടാക്കിയ ഒരു വിഷയത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഒരു വനിതാ നഴ്സിൻ്റെ ബന്ധപ്പെട്ട അല്ലാതെ അവൻ ഒരു സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അപ്പം അത്തരം ഒരു ക്രിമിനലിനെ ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഒരു വിഷമകരമായ ഒരു കാര്യമാണ്. അത് കൊടുക്കേണ്ടിയിരുന്നു തന്നെയാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ പാരാമീറ്റേഴ്സ് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, ഈ ജയിലിലെ ഇഷ്യൂല് ജയിൽ പ്രിസൺ റൂൾസ് പ്രകാരം
ഇയാൾ ഈ മുടി ഇന്ന് കണ്ടപ്പോൾ മുടി ഒരുപാട് നീട്ടി വളർത്തിയായിട്ട് കണ്ടിരിക്കുന്നു, താടി നീട്ടി വളർത്തിയായിട്ട് കണ്ടിരിക്കുന്നു. അതിനൊക്കെ നിയമമുണ്ട്. അങ്ങനെ താടി നീട്ടി വളർത്താൻ കഴിയില്ല. രണ്ടാമത്തെ വിഷയം അയാളുടെ വെയിറ്റ് ലോസ് പറഞ്ഞില്ലേ, 1.35 കിലോഗ്രാംസിൻ്റെ വേരിയേഷൻ ഒരു മാസത്തിലുണ്ടായാൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്തണം. അത് അയാളുടെ രോഗമാണോ ഇൻറ്റൻഷനലായിട്ട് ചെയ്യുന്നതാണോ എന്ന് പരിശോധന. അതിനെക്കുറിച്ചുള്ള റിസർച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജയിൽ പുള്ളിയുടെ വെയിറ്റ് രോഗത്തിൻ്റെ കാരണമല്ലാതെ കുറഞ്ഞാൽ അതിനൊരു റീസണേ ഉള്ളൂ, അയാൾ ജയിലിൽ നിന്ന് പുറത്ത് ചാടാൻ അറ്റംപ്റ്റ് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു എന്ന ഇൻഡിക്കേഷനാണെന്ന് ഇംഗ്ലീഷിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, ഒരു ഫൈൻഡിങ് ആണ്. അപ്പോൾ ഇയാളുടെ വെയിറ്റ് ഏകദേശം പകുതിയായി എന്നാണ് പറയുന്നത്. ഓരോ മാസവും മാൻഡേറ്ററി വെയിറ്റ് നോക്കണം. ആ വെയിറ്റ് നോക്കുമ്പോൾ ഇത് തിരിച്ചറിയാൻ കഴിയുമല്ലോ. അതേപോലെ തന്നെ സർവേലൻസ് ക്യാമറാസ് എന്ന് പറയുന്നത് ജയിലിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. ജയിലിൻ്റെ സർവേലൻസ് ക്യാമറ 24 hours സർവേലൻസ് വെക്കാനുള്ളതാണ്. ഇപ്പം നമ്മളൊരു ക്യാമറയിൽ കൂടി കണ്ടല്ലോ, ഇത് അയാൾ ഇറങ്ങി പോകുന്ന സർവേലൻസ് ക്യാമറ ഇപ്പം നമ്മളെല്ലാം കണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്, ആ സർവേലൻസ് ക്യാമറയിൽ വിസിബിൾ ആയിട്ടുണ്ട്, അത് ഒരു കാണാൻ പറ്റിയിട്ടില്ല. ഇനി ജനറലായിട്ട് അവിടെ ഇലക്ട്രിക് കറണ്ട് ഇതുണ്ടായിരുന്നില്ല, ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല അവിടുന്ന് പുറത്ത് ചാടുന്നത്, ഇത് വർഷങ്ങളായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെയൊക്കെയാണ് നിങ്ങൾ പറയുന്ന ഒരു റെഫറൻസ്. കണ്ണൂർ ജയിലിൽ വളരെ ലിബറലായ ഒരു എന്താ പറയുന്നത്, വളരെ സേഫായിട്ട് ജയിൽ പുള്ളികൾക്ക് എന്തും ചെയ്യാം. അതായത് വേറൊരു കാര്യം പറഞ്ഞത്, അയാൾ ഈ പറഞ്ഞ ആക്സോ ബ്ലേഡ് കൊണ്ട് മുറിച്ച സ്ഥലത്ത് തുണി കൊണ്ട് മൂടി വെച്ചു എന്ന് പറയുന്നു. എല്ലാ ദിവസവും സൂപ്രണ്ട് പോകണം, അത് തൂത്ത് വൃത്തിയാക്കാൻ പോകുന്ന ജയിൽ റൂൾസ് പറയുന്നത്, തൂത്ത് വൃത്തിയാക്കാൻ പോകുന്ന ആൾ അയാളുടെ കിടക്കെടുത്ത് പുറത്ത് കൊണ്ടുപോയി വെയിലുള്ള ദിവസങ്ങളിൽ പുറത്തിടണം, മഴയുള്ള ദിവസം ഒഴിച്ചിട്ടുള്ള എല്ലാ ദിവസങ്ങളും ഓരോ മുക്കും മൂലയും അവർ നോക്കണം. അത് നോക്കേണ്ടത്. അപ്പം ഇതൊന്നും നടക്കാത്ത ഒരു സാഹചര്യം ആ ജയിലിൽ ജനറലായിട്ടുണ്ട്. നേരത്തെ ജസ്റ്റിസ് KG സൈമൺ പറയുമ്പോൾ ഈ ഒരു വിഷയത്തിന് മാത്രമായിട്ട് പറയും, ജനറലായ ചില ലാപ്സസ് അവിടെയുണ്ട്. ഞാൻ പറയുന്നത് കണ്ണൂർ ജയിലിലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടന്നിരിക്കുന്നു. ഇപ്പോൾ 2017 ശേഷം 3-4 പേരൊക്കെ ജയിൽ ചാട്ടം അവിടെ നടത്തിയിട്ടുണ്ട്, പല പ്രക്രിയ. ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. 6.5 മണിക്കൂർ ശേഷമാണ് ഇയാൾ ജയിലിൽ ചാടിയതെന്നും അവർക്ക് മനസ്സിലായത്. ഈ 6.5 മണിക്കൂറിനിടയ്ക്ക് ഒരാൾ ജയിലിൽ ചാടിയിട്ട് ഒരു കൊലപാതകം നടത്തിയിട്ട് തിരിച്ച് ജയിലിൽ കയറിയിരിക്കട്ടെ, ചെയ്തുകൂടെ? കണ്ണൂർ ജയിലാണെന്ന് ഓർക്കണം, ഒരുപാട് പൊളിറ്റിക്കൽ കൺവിക്സ് കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടായാലും എങ്ങനെ പിടിക്കാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയും സംഭവിച്ചുകൂടെ? ഇനി വേറൊന്ന് പറയാം, ജയിലിൻ്റെ അതോറിറ്റി ഉണ്ടല്ലോ, ജയിൽ എന്താ പറയുന്നത്, കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിക്കകത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യുന്ന ആളുകൾ ക്രിമിനൽ കുറ്റത്തിൽപ്പെട്ടവരാകരുതെന്ന് ചിന്തിക്കണം. മർഡർ കേസിലെ അക്യൂസ്ഡ് വരെ ജയിൽ കറക്ഷന് വേണ്ടിയിട്ടുള്ള അതോറിറ്റിയിൽ മെമ്പറാണ്. 2 മെമ്പറായിട്ട് വെച്ചിരിക്കുന്നത്, ഒരു മെമ്പറായിട്ട് മർഡർ കേസിൽ അക്യൂസ്ഡ് ആയിരിക്കുന്ന ട്രയൽ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എത്ര കാഷ്വലായിട്ടാണ് ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇത് കുറേ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു പക്ഷേ സർക്കാരിന് താല്പര്യം ഉണ്ടാകും, അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സിന് താല്പര്യം ഉണ്ടാകും. ആ താല്പര്യം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, പരിശോധിക്കപ്പെടണം. അത് പരിശോധിക്കപ്പെടുമ്പോൾ കുറേ ആളുകളെ ഇപ്പോൾ വെറുതെ വിട്ടു, കുറേ ആളുകളുടെ റെമിഷൻ കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് വിട്ട ആളുകളില്ലേ, കുറേ ആളുകൾക്ക് പരോൾ കൊടുത്തിട്ട് പുറത്തോട്ടില്ലേ. ഇതൊക്കെ ഈ കമ്മിറ്റി തീരുമാനിക്കുന്നതാണ്, കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് അതിനകത്ത് ബേസിക്. ഈ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ ഇന്ന ആളുകളാണ്. അപ്പൊ ഇത് ഒരു സന്ദർഭത്തിലെ ഒരു നിമിഷത്തിലെ ഒരു ലാപ്സ് അല്ല, ഒരു പ്രശ്നമല്ല എന്ന വിമർശനം താങ്കൾ ഉന്നയിക്കുകയാണ്. എന്നാൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഗോവിന്ദചാമിയെ വീണ്ടും കോടതി കയറ്റുക എന്നുള്ളത് അങ്ങനെ ഒരു ചർച്ചയുണ്ടല്ലോ, അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് കൂടി പറയുന്നു. KG സൈമൺ, ഇതിപ്പോൾ ഒറ്റ നോട്ടത്തിൽ പരസഹായം കിട്ടിയിട്ടുണ്ട് എന്ന് സാധാരണ നിലക്ക് സംശയിക്കാൻ കഴിയുന്ന ഒരു കേസാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ള സഹായത്തിൻ്റെ കഥ പരിശോധിച്ചാൽ അത് അകത്തു നിന്നായിരിക്കുമോ, പ്രത്യേകിച്ച് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നായിരിക്കുമോ? അങ്ങനല്ലേ സംശയം തോന്നുക? ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ പഠിക്കണം. ശരിയാണോ തെറ്റാണോ നമ്മൾ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്, അവിടെയുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥരെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അത് ന്യായമായിട്ട് ജനങ്ങൾ ചോദിക്കും, ഇതിങ്ങനെ ഉണ്ടോ, ഉണ്ടാകില്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാകത്തില്ലേ എന്ന് ചോദിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇപ്പം അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ CCTV ക്യാമറയും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ പല വീടുകളിലും CCTV ക്യാമറയുണ്ട്. ആ CCTV ക്യാമറയിൽ രാത്രി ഒരാൾക്ക് കടന്നു പോവുകയാണെങ്കിൽ അലാം അടിക്കുക. അത് ഇവിടെ മാത്രമല്ല, അത് 4-5 സ്ഥലത്ത് അലാം അടിക്കുക. അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്നും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, സാറേ വീട്ടിൽ കള്ളം കയറിയെന്ന് പറഞ്ഞിട്ട്. നമുക്കതിന് പോലും ഒരു ഫെസിലിറ്റി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം എല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥർ എല്ലാം പെർഫെക്റ്റ് ആണെന്നും
അതിൽ പെർഫെക്റ്റ് ആകേണ്ടവരാണ്. പക്ഷേ അങ്ങനെ ആകത്തില്ലാത്ത കുറേ അധികം ആൾക്കാരുണ്ട്. അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ട് ഇനി എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും എന്നുള്ളത് ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും ഒട്ടും സമയം കളയാതെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മതിൽ ചാടുകയാണെങ്കിൽ മതിലെ തൊട്ടാൽ തന്നെ മതിൽ ചാടുമ്പോൾ തന്നെ അലാറം അടിക്കുന്ന സിസ്റ്റമുണ്ട്. ഇനിയിപ്പോൾ നിലത്ത് ചവിട്ടി പുറത്ത് ചാടുക, രാത്രി ഇന്ന സമയത്തിന് ശേഷം പുറത്ത് പോവുകയാണെങ്കിൽ അപ്പം തന്നെ അലാറം അടിക്കുന്ന സിസ്റ്റമുണ്ട്. ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളെല്ലാം തന്നെ ഈ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അതിന് വലിയ പൈസ ആവശ്യമില്ല, വലിയൊരു ക്യാഷിൻ്റെ ഒരു വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ ഇത് വെക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഞാൻ വേറെ ആരെയും കുറ്റം പറയുകയല്ല, മറ്റുള്ള ഒരു മനുഷ്യനെ പോലെ ഞാൻ കുറ്റം പറയുകയല്ല, ആരെയും കുറ്റം പറയുന്നത് വിചാരിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും കുറ്റം പറയുമോ അല്ല, അങ്ങനെയൊന്നും അല്ല വിചാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടക്കുമ്പോൾ ഇതിന് ആർക്കും ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അവിടെ ജയിൽ സൂപ്രണ്ടിന് ആർക്കും ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. കാരണം ഇവർ നേരത്തെ തന്നെ ഇതൊക്കെ നോക്കി അതിൻ്റെ അകത്ത് ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണം. ഈ ഗോവിന്ദസ്വാമി ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്, ഗോവിന്ദസ്വാമി മാത്രമല്ല അവിടെ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം നോക്കി റെക്കോർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് ഉള്ളതാണ്. അതെല്ലാം അതെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം അതിൻ്റെ അകത്ത് ഉള്ളതാണ്. അത് ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ അത് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. അതിൻ്റെ അകത്ത് മറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യം. എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ രീതിയിൽ പറയുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാരിൽ ഈ ഗോവിന്ദസ്വാമി കൂട്ടുള്ള ആൾക്കാർ പുറത്ത് ചാടുകയാണെങ്കിലുള്ള ഭവിഷ്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് കേസിനെ പറ്റി സംസാരിക്കുന്നില്ല. ഡോക്ടർ ഷേർലി വാസു കുറച്ച് മുമ്പേ ഒരു ചാനലിൽ പറഞ്ഞപ്പോൾ എനിക്ക് ശ്രദ്ധിക്കുകയുണ്ടായി. ഈ ഗോവിന്ദസ്വാമിയുടെയൊക്കെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ അവർ പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും തന്നെ വിഷമം തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. ഇപ്പോൾ സ്വാമിയുടെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. പക്ഷേ ഈ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇത്രത്തെ കാര്യത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ ഒരു കുറച്ചും കൂടി അവർ ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു ഉത്തരവാദിത്വവും കാര്യങ്ങളും ഇതിനകത്ത് വളരെ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഇവിടെ പറയുകയുണ്ടായി, 4 സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, സമ്മതിക്കുന്നു. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് പ്രത്യക്ഷമായിട്ട് കണ്ട ആൾക്കാരാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെവിടെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്, എങ്ങനെയാണ് തെറ്റുപറ്റി കണ്ടുപിടിച്ച് ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരെ ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, ഇതിന് ഇനി ഭാവിയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ഉള്ള ഒരു സിസ്റ്റം, ഒരു നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുക പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് താങ്കൾ എനിക്ക് പറയാനായിട്ടുള്ളത്. ശരി, ഞാൻ ഇടവേള എടുക്കുന്നു, വേഗം തിരിച്ചു വരാം മറ്റുള്ളവരിലേക്ക്. ചർച്ചയിലേക്ക് വീണ്ടും സൗമ്യയുടെ അമ്മ സുമതിയോടൊപ്പം തുടരുന്നുണ്ട്. സുമതിയും ഈ ജയിൽ ചാടാൻ സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട സംശയവും ആക്ഷേപവുമെന്ന്. അങ്ങനെ ആരെങ്കിലും പ്രത്യേകമായി സഹായിച്ചിട്ടായിരിക്കും ഇയാൾ ചാടിയിട്ടുണ്ടാവുക എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ സഹായിച്ചിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കണം എന്ന അഭിപ്രായം കൂടി പങ്കുവയ്ക്കുന്നുണ്ടോ? കുറ്റക്കാരെ കണ്ടിട്ട് ശിക്ഷിക്കുക എന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവന് ജയിലിൽ ചാടാനുള്ള എന്താണ്, ആരായാലും അതിനുള്ള ശിക്ഷ അവർക്ക് അത് അനുഭവിക്കണമല്ലോ. അവർ ഇത്രയും വലിയൊരു ക്രിമിനലിനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ ഇത്? അത് ചിന്തിക്കാൻ ഒരുവിധം മൂലമുള്ളവർക്ക് മനസ്സിലാവും. ഇത്രയും വലിയൊരു ക്രിമിനലിനെ പുറത്ത് ഇറങ്ങാനോ ഒരു സാധാരണ ഒരാൾക്ക് ഇത് പറ്റുന്നില്ല. നമുക്ക് കയറാൻ പറ്റും, ഒരു മതിലിൻ്റെ മേലെ കൊത്തിപ്പിടിച്ചിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഈ ഒറ്റക്കൈകാരൻ ഇങ്ങനെ ഈ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പിന്നിൽ ഒരാളില്ലാതെ അതെന്തായാലും ഇത് സംഭവിക്കില്ല. ഇനിയിപ്പോൾ എത്ര അവർ ക്യാമറ നോക്കി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും എനിക്കതിൽ ഉറപ്പില്ല. കാരണം അവനൊരാളില്ലാതെ ഈ ഇത്രയും വലിയൊരു ജയിലെടുത്ത് ചാടാൻ അവനെ കൊണ്ട് കഴിയില്ല. ഇപ്പം തന്നെ കിണറ്റിൽ നിന്ന് അവനെ പിടിക്കുമ്പോൾ അവൻ കാണിക്കണ കണ്ടില്ലേ? അവന് ആരോഗ്യവാനാണ്, പക്ഷെ അതാണ് ഒറ്റയ്ക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നാണ്. അല്ല ശ്രീ അരുൺകുമാർ, ഇതിനകത്ത് ജയിലിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ ഈ കേസിനെ പ്രത്യേകമായി എടുത്താൽ ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ അന്വേഷണ സംവിധാനത്തെ പ്രഖ്യാപിക്കുകയും നടപടിയെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ കണ്ണൂരിലെ സെൻട്രൽ ജയിൽ ആകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്ന ആക്ഷേപത്തിന് സർക്കാരില്ലാതെ ആരോടാണ് നാം ചോദിക്കുക? ഉദ്യോഗസ്ഥരോട് ചോദിക്കണം? അല്ല, അവിടെ ഉയർന്നു വരുന്ന എത്രയോ പരാതികൾ ഇതിനകം നാം കേട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ കാര്യങ്ങളൊന്നും പക്കയാക്കാൻ, അവിടെ ഫെൻസിങ്ങിന് കറണ്ട് കൊടുക്കാൻ, അവിടുത്തെ CCTV സംവിധാനങ്ങൾ നോക്കുന്ന ഒരു പെർഫെക്റ്റ് സംവിധാനം ഉണ്ടാക്കാൻ അതിനൊന്നും ഗവൺമെന്റും ഇറങ്ങിയിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അരുൺ? ഇല്ല, ഇതിപ്പോൾ എന്ത് സംഭവം നടന്നാലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കണ്ണൂർ ജയിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നത് വസ്തുതകൾ വച്ചിട്ടല്ല. ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി എന്താ പറഞ്ഞേ? ഈ പ്രതി ചാടിപ്പോയി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത്.
ആ പ്രതി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. എന്ത് നുണയാണ് പറയുന്നത്? രാവിലെ 6:30-ക്ക് ജയിലിൽ കിടക്കുന്ന ഓരോ സെല്ലിലുള്ളവരുടെയും അറ്റൻഡൻസ് എടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പ്രതി ജയിൽ ചാടി പോയി എന്ന് ബോധ്യപ്പെട്ടത്. 7:05-ന് തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ വിളിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞ് ഇതിന്റെ GD എൻട്രി വച്ചിട്ട് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വെറും 35 മിനിറ്റാണ് എടുത്തത്. അതാണ് പറയുന്നത് 3.5 മണിക്കൂറിന് ശേഷമാണ് പോലീസിനെ അറിയിച്ചത് എന്ന രൂപത്തിൽ പറയുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ ഇവിടെ പറഞ്ഞത് ഇവിടെ ജയിൽ ഉപദേശക സമിതി അതിൽ ഇന്ന ആളുകളാണ് അവർ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കാന്ന്. താങ്കൾക്കറിയോ ഈ കേരളത്തിലെ ജയിലുകളിൽ ജീവപര്യന്തം തടവും അതുപോലെ വധശിക്ഷയും വിധിക്കപ്പെട്ട എത്ര പേരുണ്ടെന്ന്? കൃത്യമായി പറഞ്ഞാൽ 2273 പേരുണ്ട്. അതിൽ ജയിൽ ഉപദേശക സമിതി ജില്ലാ കളക്ടറും പോലീസ് സൂപ്രണ്ടും അതുപോലെ MLA-മാരും ലോക്കലായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുണ്ട്. അവർ ശുപാർശ ചെയ്ത് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഈ 20 വർഷത്തിന് മുകളിൽ കൃത്യമായി ശിക്ഷ അനുഭവിച്ച 422 പേരെ ജയിൽ മോചിതനാക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തു. പക്ഷെ അതിൽ പകുതി പേരെ പോലും ജയിലിൽ നിന്ന് വിടാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. കാരണം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ട് അതിക്രമം, സുപ്രീം കോടതി മാനദണ്ഡം, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിവിധ വിധിന്യായങ്ങൾ, ഇതെല്ലാം അഭിഭാഷകൻ അറിയാമല്ലോ. അത്തരത്തിൽ കൃത്യമായി സുതാര്യമായി പോകുന്ന സാഹചര്യം തന്നെയാണ് ഭൂരിഭാഗം ജയിലുകളിലും ഉള്ളത്. പക്ഷേ ഈ നിയമവും കോടതി വിധികളും സർവൈലൻസും എല്ലാം ഉണ്ടെങ്കിലും ഇതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട്. ഈ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 541 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ 541 പുതിയ തസ്തിക. ഇപ്പോൾ 2416 തസ്തികകളാണ് ജയിലിലുള്ളത്. ഇപ്പോൾ 126 വരെ പുതുതായിട്ട് നിയമിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഈ സിസ്റ്റം ശക്തമാക്കി കൂടുതൽ ദൃഢമാക്കി ഏറ്റവും കൂടുതൽ ടൈറ്റാക്കി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കൊടുശനിമാരുടെ വിളയാട്ടത്തിന്റെ കഥകൾ പുറത്തു വരുന്നു. അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന്റെ കഥകൾ പുറത്തു വരുന്നു. കൊട്ടേഷന് നേതൃത്വം കൊടുത്തതിന്റെ കഥകൾ പുറത്തു വരുന്നു. അകത്ത് തന്നെ ഗൂണ്ടായുസം കാണിച്ചതിന്റെ കഥകൾ പുറത്തു വരുന്നു. ഇപ്പോൾ അവസാനം ഗോവിന്ദചാമി പുറത്തു ചാടുന്നതിന്റെ വിവരം പുറത്തു വരുന്നു. നമ്മളെല്ലാത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പോലീസ് എന്നാൽ POLICI ഓരോ വാക്കിനും കൃത്യമായിട്ട് ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ടല്ലോ. പൊളൈറ്റ്നസ്, ഒബീഡിയൻസ്, അതുപോലെ തന്നെ ലോയൽറ്റി, ഇന്റലിജൻസ്, കറേജ്, എഫിഷ്യൻസി, അങ്ങനെയാണല്ലോ പോലീസ്, POLICE. അപ്പോൾ ആ പോലീസ് 108 വരെ പുറത്താക്കേണ്ടി വരുന്ന സാഹചര്യം, ജയിൽ ഓഫീസർമാരായിട്ട് വരുന്നവരും കുറ്റകൃത്യത്തിന്റെ ഭാഗമായി പോകുന്ന വിരലിൽ എണ്ണാവുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഇത് വരുന്ന ക്രിമിനലുകളാണല്ലോ. 1, 2, 3 കൊലക്കേസിൽ പ്രതികളായ, ബലാത്സംഗ കേസിൽ പ്രതിവായ, സമൂഹത്തിന് എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റായിട്ടുള്ള പ്രവണതകൾ വേറെയുണ്ട്. അപ്പൊ അവരെ കറക്ഷൻ സെന്ററല്ലേ ജയിലുകൾ, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനല്ലേ ഒരുവിധം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്നവരുണ്ട്. അപ്പോ ഇവരെ ആരെയും സംരക്ഷിക്കാനുള്ള നിലപാട് ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കില്ല. മാതൃകാപരമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഗോവിന്ദചാമിയെ തന്നെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ സുപ്രീം കോടതി വിധി അനുസരിച്ച് തന്നെയല്ലേ ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ? സഹപ്രതികൾ കൂട്ടുനിന്നിട്ടുണ്ടോ? ഇതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് പ്രതികൾ പോയി ഇത്തരത്തിൽ ആക്സസ് ബ്ലേഡ് അടക്കം ശേഖരിച്ച വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നു. അപ്പൊ ഇതെല്ലാം കൃത്യമായി പരിശോധിക്കും, മാതൃകാപരമായി ശിക്ഷിക്കും. അതുപോലെ തന്നെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഈ വൈദ്യുതി പ്രവാഹമുണ്ടല്ലോ മതിലിന്റെ മുകളിലുള്ള, അത് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലും കണ്ണൂർ സെൻട്രൽ ജയിലിലും അത് കൃത്യമായി അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഡാമേജുകൾ, കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ വിയ്യൂർ ജയിലിൽ, ഇപ്പൊ തൃശ്ശൂർ വിയ്യൂർ ജയിലിൽ പുതിയ ഇൻസ്റ്റാളിംഗ് നടക്കുകയാണ്. വൈദ്യുതി അരുൺകുമാർ, അതിൽ കറണ്ട് ഓടുന്നില്ല, സംഗതി മൊത്തം കുളമായി കിടക്കുന്നത് കണ്ടെത്തണം, അന്വേഷണം. അല്ല, പകൽ സമയങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവരം അവർക്ക് കിട്ടുന്നുണ്ടോ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കട്ടെ. ഇപ്പൊ 3 പേരെയാണ് സസ്പെൻഡ് ചെയ്തതെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തുന്ന മുഴുവൻ ആളുകൾ, അത് ഉദ്യോഗസ്ഥരായാലും സഹതടവുകാരായാലും ആരാണോ സഹായിച്ചത്, മാതൃകാപരമായി ശിക്ഷിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ആശങ്കാജനകമായിട്ട് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള സംഭവം, അത് 3.5 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞെങ്കിലും ഈ ഒരു തരത്തിലും ഇത് ആവർത്തിക്കാതെ നോക്കും. റിപ്പർ ജയാനന്ദൻ നമുക്കറിയാം 3-4 മാസം കഴിഞ്ഞിട്ടാണ് പിടിക്കുന്നത്. ജിഷ വധക്കേസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. മാങ്ങ കെട്ടിത്തൂക്കിയും ആപ്പിൾ കെട്ടിത്തൂക്കിയും ആ പ്രതിയുടെ ഒരു ചെരുപ്പെടുക്കാൻ പ്രതി തിരിച്ചു വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന ഒരു ഘട്ടമല്ല ഇപ്പോൾ ഉള്ളത്. മാതൃകാപരമായി തന്നെയാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. മാതൃകാപരമായിട്ടുള്ള നടപടിയും സ്വീകരിക്കും, അതിലൊരു സംശയം വേണ്ട. ശരി, ചെരുപ്പ് കെട്ടിത്തൂക്കിയ കാര്യം പറയുന്നുണ്ട് ജിൻഡോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാലത്തെ അന്വേഷണത്തെ അദ്ദേഹം ഒന്ന് കുത്തിയിട്ടാണ് നിർത്തുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഈ പറയുന്ന ഈ
ഗോവിന്ദച്ചാമിയെ പോലുള്ള കൊടും ക്രിമിനലിനെയൊക്കെ രക്ഷപ്പെടുത്താൻ ഒരു പോലീസുകാരനൊക്കെ ശ്രമിച്ചു അല്ലെങ്കിൽ സഹായിച്ചു എന്ന് വന്നാൽ അയാളുടെ കോൺഫിഡൻസ് എന്തായിരിക്കും? അല്ല നിഷാദെ, അദ്ദേഹം പറഞ്ഞോട്ടെ. ഈ നരേന്ദ്രമോദിയുടെ ഒരു ശൈലിയുണ്ട്. 11 വർഷം മുമ്പ് ഈ രാജ്യം ഭരിച്ച സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു ശൈലി. അതാണ് ഇപ്പോഴും അരുൺകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഗോവിന്ദച്ചാമി ചാടിപ്പോയുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ഇവിടെ അദ്ദേഹം പറയുന്ന നിരവധി തസ്തികകൾ സൃഷ്ടിച്ച കഥ പറയുന്നു. ഈ ഉദ്യോഗസ്ഥരുടെ മേലുദ്യോഗസ്ഥരുടെ തസ്തിക സൃഷ്ടിക്കുന്നതിനെ കുറിച്ചിട്ടല്ല, കീഴുദ്യോഗസ്ഥരുടെ എത്ര തസ്തികകൾ സൃഷ്ടിച്ചു എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നു ജയിൽ ഉദ്യോഗസ്ഥരുടെ നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. കേരളത്തിലെ മിക്കവാറും ജയിലുകളിലെ ഉദ്യോഗസ്ഥർ തടവുകാർക്ക് ലഹരി കടത്തിയതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പല ഉദ്യോഗസ്ഥരെയും പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കി അവരെ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ അത് കേരളത്തിൽ ഇപ്പോൾ തൊടുപുഴ ജയിലിലായിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലായിക്കോട്ടെ, അങ്ങനെ വിവിധ ജയിലുകളുടെ ലിസ്റ്റ് എൻ്റെ ഉണ്ട്. ഈ സമയം വൈകിയതുകൊണ്ട് ഞാനതെല്ലാം വായിക്കുന്നില്ല. പക്ഷെ അതൊരു മര്യാദകേടാണ്. ഇങ്ങനെയൊന്നും നടക്കുന്നില്ല, എല്ലാം പൂർണ്ണമാണെന്ന് പറയുന്ന ആ PR എക്സസൈസിന്റെ വിശ്വസിച്ച് നിങ്ങൾ നിൽക്കേണ്ട. ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ചെന്താമര എന്ന് പറഞ്ഞ ഒരു കൊടും കുറ്റവാളി പരോളിൽ ഇറങ്ങിയിട്ട് അനധികൃതമായിട്ട് ആ പ്രദേശത്ത് വന്ന് താമസിക്കുകയും പരാതി നാട്ടുകാരും ആ വീട്ടുകാരും കൊടുത്തിട്ടും പോലീസ് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ 2 മനുഷ്യരെ കൂടി കൊന്നു കളഞ്ഞപ്പോഴും നിങ്ങൾ ഇതേ വാദമാണ് പറഞ്ഞത്. ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുമെന്ന്. അർജുൻ എന്ന് പറഞ്ഞ ഒരു നരാധമൻ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ കേസിൽ പോലീസും പ്രോസിക്യൂഷനും പരാജയപ്പെട്ട് ജയിലിൽ നിന്നും കോടതിയിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോയപ്പോഴും നിങ്ങൾ പറഞ്ഞു ഇനി ഇത് ആവർത്തിക്കില്ല എന്ന്. നിങ്ങൾ അപ്പീൽ കൊടുത്തോ? അതിന് മേലേക്ക് ബാക്കി കാര്യങ്ങളായിട്ട് പോയോ? ഇല്ല. ഇനി വാളയാറിലെ കേസ് നിങ്ങൾ നോക്കൂ. പ്രാദേശിക CPM നേതാക്കന്മാർ പോലും രക്ഷപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഇങ്ങനെ ഓരോന്ന് പരിശോധിക്കുമ്പോഴും ഓരോ ഘട്ടത്തിലും പറയും ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ അന്വേഷിക്കും, മാതൃകാപരമായി നടപടി സ്വീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഒരു കാര്യം പറഞ്ഞു, ജയിൽ ഉപദേശക സമിതിയുടെ നേട്ടങ്ങളെ കുറിച്ചിട്ട്. P. ജയരാജൻ കണ്ണൂർ ജില്ലയിലെ ജയിൽ ഉപദേശക സമിതിയിൽ അംഗമാണ്. 2 കൊലക്കേസിലെ പ്രതിയാണ്. ഷുക്കൂർ വധക്കേസിലും അതുപോലെ കതിരൂർ മനോജ് വധക്കേസിലും പ്രതിയായിട്ടുള്ള P. ജയരാജൻ നയിക്കുന്ന ജയരാജൻ കൂടി അംഗമായിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ജയിൽ ഉപദേശക സമിതിയുടെ മേന്മയെ കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട. ഗുണ്ടകൾ നയിക്കുന്ന ജയില്, കൊലപാതകങ്ങൾ നയിക്കുന്ന ജയിൽ ഉപദേശക സമിതി, അവിടെ നിന്ന് ഗോവിന്ദച്ചാമിയിൽ ചാടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇവിടെ ഗുണ്ടകൾക്കും കൊലപാതകർക്കും സംരക്ഷണമുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ഈ ഷെറിൻ നിങ്ങൾ പറഞ്ഞല്ലോ 420 പ്രതികൾക്ക്, ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പുറത്തേക്ക് പോകാനായിട്ട് നല്ല നടപ്പിന്റെ പേരിൽ പറഞ്ഞിട്ടും പകുതിയോളം പേരെ പോലും ഈ സംസ്ഥാന സർക്കാർ പുറത്തേക്ക് വിട്ടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഷെറിൻ എന്ന് പറഞ്ഞ കാർണവർ വധക്കേസിലെ പ്രതി എങ്ങനെയാ പുറത്തേക്ക് പോയത്? ഷെറിന് കിട്ടിയ പ്രയോറിറ്റി ഏത് പ്രയോറിറ്റിയാണ്? ഏത് തരത്തിലുള്ള മുൻഗണനയാണ് കിട്ടിയത്? അപ്പൊ പിണറായി വിജയൻ സർക്കാരിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണോ ഷെറിൻ? അങ്ങനെയാണെങ്കിൽ ഷെറിന് വേണ്ടിയിട്ട് ഇടപെട്ട ആ ബെസ്റ്റി ആരാണ്? അങ്ങനെ ഏതെങ്കിലും ഒരു ബെസ്റ്റിയെ തപ്പിയിട്ടാണോ ഈ പറഞ്ഞ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി പോയത്? ഏതെങ്കിലും ബെസ്റ്റിയെ തപ്പി ഫോൺ ചെയ്യാൻ പോയതാണോ? അപ്പൊ അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെല്ലാം മേന്മയായിട്ട് PR ആയിട്ട് പറയുമ്പോൾ ഈ ഷെറിൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണ്? ഈ ജയിൽ ഉപദേശക സമിതിയിൽ എങ്ങനെയാണ് കൊലക്കേസ് പ്രതികൾ വരുന്നത്? ജയിലിനകത്ത് എങ്ങനെയാണ് കഞ്ചാവും ലഹരി മരുന്നും കടത്താൻ പറ്റുന്നത്? എങ്ങനെയാണ് അവിടെ ഇരുന്നു കൊണ്ട് സ്വർണം പൊട്ടിക്കാൻ നേതൃത്വം കൊടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നത്? കൊട്ടേഷൻ പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കാൻ പറ്റുന്നത്? ഇതിനൊക്കെ മറുപടി പറയേണ്ട അരുൺകുമാറെ. ഇതിന് മറുപടി പറയേണ്ടത് 10 വർഷം മുമ്പ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയാണോ? അല്ലല്ലോ. ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് ഉത്തരം പറയേണ്ട സംഗതികളാണ് നടക്കുന്നതെന്നാണ് ജിൻഡോ ചൂണ്ടിക്കാൻ. അല്ല അരുൺ, ഒരു 10 സെക്കൻഡ് എൻ്റെ ഉള്ളൂ, സമയം കഴിഞ്ഞു. ഒറ്റ മിനിറ്റ്. ഈ വണ്ടിപ്പെരിയാർ അപ്പീൽ കൊടുത്തില്ല, പച്ചയായ നുണ. അവിടെ ജില്ലാ കോടതിയിലെ കേസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ അപ്പീലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഫയൽ വരെ അയച്ചു തരാം. അതുപോലെ വാളയാർ കേസ്, ആരാണ് ഇപ്പൊ പ്രതി എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. രാഷ്ട്രീയ കേസുകളിൽ പലരും പ്രതിയാവും. ഇപ്പൊ സമരസൂര്യനായ നമ്മുടെ സഖാവ് VS അച്യുതാനന്ദൻ വരെ തഹസിൽദാറിന്റെ മുന്നിൽ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ആ സമയത്ത് 50 കിലോമീറ്റർ അപ്പുറത്തുള്ള കൊലക്കേസിൽ പ്രതിയാക്കിയതാണ് സഖാവ് VS അച്യുതാനന്ദൻ. കേരളത്തിന്റെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിപ്പോയത് സർക്കാർ സംവിധാനത്തിന്റെ, നമ്മുടെ ജയിൽ സുരക്ഷാ സംവിധാനത്തിന്റെ പരാജയമാണ് എന്നതിൽ തർക്കമില്ല. അത് 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം സർക്കാരിന് മൂടിവെക്കാൻ കഴിയുന്ന ഒരു വീഴ്ചയുമല്ല എന്നതിൽ തർക്കമില്ല. സർക്കാർ വിശദീകരിക്കട്ടെ കുറച്ചുകൂടി വൃത്തിയായി. ഞാൻ അവസാനിപ്പിക്കാൻ. താങ്ക് യു അരുൺകുമാറും ജിൻഡോ ജോൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒരു ഇടവേള കൂടി.